بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1220 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാനിലെ 63-64 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. സൂറത്തുൽ ഫുർഖാനിലെ 63-64 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്ത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരെ അവര് എന്തൊക്കെ സവിശേഷതകളും ഗുണങ്ങളും ഉള്ളവരാണ് എന്നത് പരിചയപ്പെടുത്തുന്ന ആയത്തുകളാണ്. ആ ആയത്തുകളുടെ തുടക്ക ഭാഗമാണ് ഈ 63-64 ആയത്തുകൾ. ഇബാദുർ റഹ്മാൻ എന്നാണ് ഇവിടെ അള്ളാഹുവിന് ഏറെ തൃപ്തിയും സന്തോഷവുമുള്ള, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ അടിയാറുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ ഇബാദിനെ കുറിച്ച് പറയുന്നു. കാരുണ്യവാൻ എന്ന അള്ളാഹുവിന്റെ പ്രകൃതത്തെ, അള്ളാഹുവിന്റെ ഏറ്റവും ആവർത്തിച്ച് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ വിവരണം, ആ പദമാണ് ഇവിടെ തന്റെ ഇബാദുകളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. റഹ്മാൻ എന്ന വാക്ക്, കരുണാമയൻ എന്ന പ്രയോഗം അള്ളാഹുവിന്റെ പ്രകൃതത്തിന്റെ തന്നെ ഭാഗമായി എഴുതി ചേർക്കപ്പെട്ടു എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുള്ള ദൈവിക കാരുണ്യം, ആ ദൈവിക കാരുണ്യത്തെ പരാമർശിക്കുന്ന വിശേഷണമാണ് അള്ളാഹുവിന്റെ റഹ്മാൻ എന്നത്. അള്ളാഹുവിന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. റാസിഖ്, റഹീം, അതുപോലെ റബ്ബ്, ഗഫൂർ, ദുൻതിഖാം, അങ്ങനെ ധാരാളം പേരുകൾ അള്ളാഹുവിന്റെ ഉത്കൃഷ്ട നാമങ്ങളായിട്ട് മനസ്സിലാക്കപ്പെടുന്ന ധാരാളം പേരുകൾ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അർ-റഹ്മാൻ എന്നതാണ് അള്ളാഹു എന്നതിനോ റബ്ബ് എന്നതിനോ പകരമായിട്ട് ഏറ്റവും കൂടുതൽ തവണ വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. അള്ളാഹുവിന്റെ അടിസ്ഥാന പ്രകൃതം എന്നത് ഈ കൃപാവായ്പും കാരുണ്യവും സഹാനുഭൂതിയും ഒക്കെയാണ് എന്നതാണ് അത് വെളിപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അള്ളാഹു അങ്ങനെ ചേർത്ത് പിടിക്കുന്ന, അള്ളാഹുവിന് പ്രിയപ്പെട്ട, അള്ളാഹുവിന് ഏറെ സംതൃപ്തിയുള്ള ദാസന്മാർ എല്ലാവരും തന്നെ അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടിജാലങ്ങളും, മനുഷ്യരുൾപ്പെടെയുള്ള സകല സൃഷ്ടിജാലങ്ങളും അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് മാത്രം കഴിയാൻ സാധിക്കുന്നവയാണ്.
മനുഷ്യന് തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള വളരെ ചുരുങ്ങിയ ഒരു സ്പേസിൽ മാത്രമാണ് സ്വന്തം ഇച്ഛയനുസരിച്ച് പ്രവർത്തിക്കാൻ അവൻ അനുവാദമുള്ളത്. മനുഷ്യന്റെ പ്രകൃതവും ഭാഷയും അവന്റെ ശരീരപരമായ പ്രത്യേകതകളും ശരീരത്തിന്റെ വ്യത്യസ്തങ്ങളായ വ്യവസ്ഥകളും ഒക്കെ പ്രവർത്തിക്കുന്നത് പൂർണ്ണമായിട്ടും തന്നെ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടാണ്. എന്നാൽ മനുഷ്യന് സ്വയം തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു മേഖല തീർച്ചയായിട്ടും ഉണ്ട്. ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് സ്വമേധയാ അള്ളാഹുവിന് വിധേയപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ ഇബാദുകള് അവന് ഏറെ പ്രിയപ്പെട്ടവരായിട്ട് മാറുകയാണ്. സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടി സ്വമേധയാ അള്ളാഹുവിന് കീഴ്പ്പെടാൻ സന്നദ്ധരാവുന്ന ആളുകൾ, ആ ആളുകളുടെ പ്രത്യേകതകൾ, അവരുടെ ജീവിതത്തെ വിശിഷ്ടമാക്കുന്ന ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് എന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ഇവിടം മുതലുള്ള ആയാത്തുകളിലായിട്ട്. അവരുടെ ഒരു ക്വാളിറ്റിയാണ് അള്ളാഹുവിടെ എടുത്തു പറയുന്നത്. അവര് അല്ലദീന യംശൂന അലൽ അർളി ഹൗന, വിനയത്തോടുകൂടി ഭൂമുഖത്ത് സഞ്ചരിക്കുന്നവരാണ് അവര് എന്നാണ് ഖുർആൻ എടുത്തു പറയുന്നത്. അല്ലദീന യംശൂന അലൽ അർളി ഹൗന. ഹൗൻ എന്ന് പറഞ്ഞ എളിമ, വിനയം ഒക്കെയാണ്. അതിന്റെ വിപരീത പദമായിട്ട് അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യവും നിഗളിപ്പും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ, അള്ളാഹുവിന്റെ അടിമത്വം സ്വീകരിച്ച, അള്ളാഹുവിന്റെ അടിമയാവാൻ സന്നദ്ധരായ ആളുകൾ, അവരുടെ ഭൂമുഖത്ത് അവര് നടക്കുന്ന രീതിയിൽ തന്നെ ഒരു വിനയവും എളിമയും ഒക്കെ പ്രകടമാകും. അതൊരിക്കലും തന്നെ ധിക്കാരിയോ അഹങ്കാരിയോ സ്വേച്ഛാധിപതിയോ ആയ മനുഷ്യരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു വിനയമായിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിന്റെയും കീഴ്പ്പെടലിന്റെയും പ്രകടനമായി അവരിൽ എളിമയും വിനയവും ഒക്കെ ഉണ്ടാവും. അവര് അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നവരോ അഹങ്കാരികളോ ധിക്കാരികളോ നിഗളിപ്പ് കാണിക്കുന്നവരോ ഒന്നും ആയിട്ടല്ല ഭൂമുഖത്ത് അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയോ വെറുതെ നടന്നു നീങ്ങുന്നത് പോലും അങ്ങനെയുള്ള ഒരു ശരീരഭാഷ പ്രകടിപ്പിച്ചുകൊണ്ടാവുകയില്ല. അത് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാൻ ഇടയുള്ള വിധത്തില് മനുഷ്യർക്കിടയില് സ്വന്തം ഇച്ഛയും താല്പര്യങ്ങളും ഒക്കെ അടിച്ചേൽപ്പിക്കുന്ന തരം ആളുകളുണ്ട്. നേതൃത്വത്തിലും അതുപോലെ തന്നെ പല കൈകാര്യകർത്തൃത്വത്തിലും ഒക്കെ ഉള്ള ആളുകൾ. അത്തരം ആളുകളെ കാണുമ്പോൾ കാണിക്കുന്ന വിനയവും വിധേയത്വവും ഓച്ചാനിച്ചു നിൽക്കലും അത് പലരിലും നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ക്വാളിറ്റിയെ അല്ല അള്ളാഹു ഇവിടെ ഹൗന് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നത് ഹദീസുകളുടെയും ചരിത്ര സംഭവങ്ങളുടെയും പിൻബലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരിക്കൽ ഒരാള് ആടിക്കുഴഞ്ഞുകൊണ്ട് നടക്കുന്നത് കണ്ടപ്പോ ഒരു ചെറുപ്പക്കാരൻ ഒരു തലയെടുപ്പോ തല ഉയർത്തി നിൽക്കലോ കാണിക്കാതെ വളരെ ദുർബലനായിക്കൊണ്ടും ആടി ഉലയുന്നവനായിക്കൊണ്ടും ഒക്കെയുള്ള വിധത്തിൽ നടക്കുന്ന കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, നീ എന്താ രോഗിയാണ്? നിനക്ക് വല്ല രോഗമുണ്ടോ? അയാളുടെ മറുപടി രോഗമൊന്നുമില്ല, രോഗിയല്ല എന്നാണ്. എന്നാൽ നേരെ തല ഉയർത്തി അഭിമാനബോധത്തോടു കൂടി നടക്കാൻ ആണ് ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് നിർദ്ദേശിച്ചത്. അതാണ് അള്ളാഹുവിന്റെ അടിയാറുകൾ അങ്ങനെയാണ് നടക്കേണ്ടത് എന്ന വിധത്തിലാണ് ഒരു ശക്തനായി തലയെടുപ്പോടുകൂടി നടക്കണം.
എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് നിർദ്ദേശിച്ച് കാണാൻ കഴിയും. ഒരു ആർജവത്തോടുകൂടി, തന്റെ ഇടത്തോടുകൂടി, തലയെടുപ്പോടു കൂടിയാണ് ഒരു വിശ്വാസി ആരുടെ മുന്നിലും അങ്ങനെ ചൂളി നിൽക്കുന്ന, ഓച്ചാനിച്ച് നിൽക്കുന്ന രീതിയിലല്ല. പക്ഷെ അള്ളാഹുവിന്റെ ഹുദൂദുകളുടെ മുന്നിൽ അയാളുടെ ശിരസ് താനെ കുനിഞ്ഞതാകും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ നിർദ്ദേശവും കൽപ്പനയും മനസ്സിലായി കഴിഞ്ഞാൽ അയാള് എല്ലാ പോരാട്ട വീര്യവും അവസാനിപ്പിച്ച് അവിടെ വിധേയപ്പെട്ടുകൊണ്ട് വിനീതദാസനായിട്ട് നിലകൊള്ളും. ധിക്കാരികളുടെ മുന്നിലല്ല, പടച്ചതമ്പുരാന്റെ മുന്നിലാണ്. ധിക്കാരികൾ എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നമുക്ക് എല്ലാ തട്ടിലും അത് കാണാൻ കഴിയും. മുസൈത്തിറായിട്ട്, സ്വേച്ഛാധിപതികളായിട്ട്, സ്വന്തം ഇച്ഛകളെ മറ്റുള്ളവരുടെ മേലങ്ങ് അടിച്ചേൽപ്പിച്ച് വിരാജിച്ച് കളയാമെന്നൊക്കെ കരുതുന്ന തരം ആളുകള് എല്ലാ വാക്സ് ഓഫ് ലൈഫിലും ഉണ്ടാവും. അവരുടെ മുന്നിൽ അവസാനിച്ച് തല താഴ്ത്തി ഒരു പാവത്താനായി നിൽക്കുക എന്നതല്ല അതിന്റെ സൂചന എന്നത് വ്യക്തമായിട്ടും ഹദീസുകളിലെയും ഇത്തരം ചരിത്ര സംഭവങ്ങളിലെയും സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളുടെ സാകല്യം, അതിന്റെ ആത്മാവും സ്പിരിറ്റും ഒക്കെ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. പക്ഷെ അവരൊരിക്കലും തന്നെ അഹന്ത കാണിക്കുന്നവരോ താൻ പോരിമ കാണിക്കുന്നവരോ താനെല്ലാം തികഞ്ഞതാണ് എന്ന നിലപാട് കാണിക്കുന്നവരോ ഒന്നാവില്ല. നിങ്ങളിപ്പോ ധിക്കാരപരമായ ഒരു നിലപാടൊന്നും അവരിൽ ഉണ്ടാവില്ല. പക്ഷെ അധർമ്മത്തിനോ അക്രമത്തിനോ ഒക്കെ മുതിരുന്ന ആളുകളുടെ മുന്നിൽ അവരങ്ങനെയുള്ള താഴ്മ കാണിച്ച് തോറ്റുകൊടുത്ത് നിൽക്കുന്ന ഒരു സ്വഭാവവും കാണിക്കില്ല. അപ്പോ ഇബാദുർ റഹ്മാൻ അവരുടെ നടത്തം തന്നെ എങ്ങനെയാണ് എന്നതാണ് അല്ലാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഇബാദുർ റഹ്മാൻ മുകളിലുള്ള വിവരണം വിശ്വാസികളും അവിശ്വാസികളും വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നത് വ്യക്തമാക്കുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് അല്ലാഹു അവൻ ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ ദാസന്മാരുടെ നിലപാടുകളും ശരീരഭാഷയും സ്വഭാവവും പ്രത്യേകതകളും എന്തൊക്കെയാണ് എന്നത് ഇവിടെ വിവരിക്കുന്നത്. ഇബാദുർ റഹ്മാൻ എങ്ങനെയാണ് അവരുടെ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് ഇവിടെ പറയുന്നത്? അല്ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമുഖത്ത് ഭൂതലത്തിൽ വിനയമുള്ളവരായിട്ടാണ്, എളിമയുള്ളവരായിട്ടാണ് അവര് നടക്കുക. ആ നടത്തത്തിൽ തന്നെ നമുക്ക് അവരോട് വലിയ മതിപ്പും ബഹുമാനവും തോന്നും. അല്ലാതെ മതിപ്പും ബഹുമാനവും തോന്നാത്ത വിധത്തിലുള്ള വളരെ ദുർബലനായി സ്വയം എല്ലാ ദൗർബല്യങ്ങളും എടുത്ത് കാണിക്കുന്ന വിധത്തിലുള്ള ഒരു നടത്തല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേ സമയത്ത് ധിക്കാരമോ അഹന്തയോ നിഗളിപ്പോ ഒന്നും അവരുടെ ശരീരഭാഷയിൽ ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ വിധിവിലക്കുകളുടെ മുന്നിൽ അവയെ പൂർണ്ണമായി അംഗീകരിക്കാനുള്ള സന്നദ്ധത പ്രകടമാക്കുന്ന വിധത്തിലുള്ള ഒരു ശരീരഭാഷയാണ് അവരിൽ പ്രകടമാവുക. വിനയമുള്ളവരായിട്ടാണ് അവർ ഭൂമുഖത്ത്, എളിമയുള്ളവരായിട്ടാണ് ഭൂമുഖത്ത് സഞ്ചരിക്കുക. ഞാനിത് പറയുമ്പോ നമ്മുടെ സാമൂഹ്യ ഘടനയിൽ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയുടെ കാലത്ത് ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മുടെ സമൂഹം പേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ജാതി വ്യവസ്ഥ വളരെ ശക്തമായി നിലനിന്നിരുന്ന കാലത്ത് മേൽജാതിക്കാരായ ആളുകള് രംഗത്ത് വരുമ്പോ, പ്രത്യക്ഷപ്പെടുമ്പോ കീഴ്ജാതിക്കാരായിരുന്നവര് അവരുടെ മുന്നിൽ കാണിച്ചിരുന്ന കൈകൂപ്പി നിൽക്കുന്ന, പത്തിമടക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ ചുറ്റിക്കൂട്ടി ഒരു ഒതുങ്ങി മാറി നിൽക്കുന്ന അയ്യോ ഞാന് എന്നുള്ള വിധത്തിലുള്ള ആ നൃത്തമുണ്ടല്ലോ, അത് മനുഷ്യരിലെ അധമത്വമാണ് യഥാർത്ഥത്തിൽ കാണിക്കുന്നത്. മനുഷ്യര് കാണിക്കുന്ന അനാവശ്യമായ അനവസരത്തിലുള്ള അധമത്വം, ആ അധമത്വം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം എല്ലാവരെയും അഭിമാനികളാക്കി ഔന്നത്യബോധമുള്ളവരാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരാളെയും പരിധി വിട്ട് മനുഷ്യന്റെ പരിധിക്ക് അപ്പുറത്തേക്ക്
ഉയർന്നു നിൽക്കുന്നവനാണ് എന്ന ഒരു പരിഗണന ഒരു മുസ്ലിമും മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതില്ല. അങ്ങനെ കൊടുക്കുന്ന ഒരു വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ. ആ വിധത്തില് മേൽജാതിക്കാരൻ എന്ന വിധത്തില് അയാളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ആ ഒരു നിലപാടല്ല. പടച്ച തമ്പുരാന്റെ മുന്നിൽ മാത്രം ആണ് ഈ നിലപാട് പ്രകടമാവുന്നത്. അതിന്റെ റിഫ്ലക്ഷൻ എന്ന നിലക്ക് ചുറ്റുപാടുമുള്ള ആളുകളോട് പരിഗണന കൊടുക്കുന്ന, അവരെ കേൾക്കാൻ സന്നദ്ധതയുള്ള, അവരെ ആദരിക്കുന്ന, അവരോട് ബഹുമാനം കാണിക്കുന്ന ഒരു നിലപാട് ഉള്ള ആളുകളായിരിക്കും വിശ്വാസികൾ. അതൊരിക്കലും തന്നെ സ്വന്തം വ്യക്തിത്വത്തെ മോശമാക്കി കാണിക്കുന്ന വിധത്തിലുള്ള ദൗർബല്യം പ്രകടമാക്കുന്നതോ അല്ലെങ്കിൽ താൻ പോരിമയും നിഗളിപ്പും ധിക്കാരവും അഹന്തയും ഒക്കെ പ്രകടിപ്പിക്കുന്ന വിധത്തിലുള്ള ശരീരഭാഷയുടേതോ അല്ല. ഇബാദുർ റഹ്മാനുല്ലദീന യംശൂന അലൽ അർദി ഹൗന. ഇനി വൈദാ ഖാതബഹുമുൽ ജാഹിലൂൻ, അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി അവിവേകികളായ ആളുകൾ മുതിരുമ്പോ, അവിവേകികൾ ജാഹിലുകള് എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം. അറിവ് ഇല്ലാത്തവര് എന്നൊരർത്ഥം ജാഹിലിനുണ്ട്. പക്ഷെ ഇവിടെ അടിസ്ഥാനപരമായി അറിവില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലല്ല, അറിയാൻ സന്നദ്ധതയില്ലാത്തവൻ, ശരി ഏതാണ്, യുക്തിപൂർവകമായത് ഏതാണ് എന്നത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ സന്നദ്ധതയില്ലാത്ത യഥാർത്ഥത്തില് അവിവേകികളായ ആളുകളാണ് ആ പ്രയോഗം ഇവിടെ സൂചിപ്പിക്കുന്നത്. അത്തരം ആളുകളെയാണ്. വൈദാ ഖാതബഹുമുൽ ജാഹിലൂൻ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് കൊണ്ട് ഉൾക്കൊള്ളാൻ സന്നദ്ധത കാണിക്കാത്ത, വിവേകം കാണിക്കാത്ത തരം ആളുകൾ, അവിവേകികൾ. അത് അവരുടെ അറിവില്ലായ്മ കൂടി അതിന്റെ ഭാഗമായിട്ട് വരും. യഥാർത്ഥത്തിൽ അറിവുള്ളവർക്ക്, ശരിയായ ജ്ഞാനമുള്ളവർക്ക് അവിവേകികളായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. അവര് ഖുശൂ കാണിക്കുന്നവരായി മാറും. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് ഖുർആൻ പറയുന്നത് കാണാം. അള്ളാഹുവിന്റെ അടിയാറുകളുടെ കൂട്ടത്തില് അള്ളാഹുവിനോട് ഭയപ്പാട് കാണിക്കുന്ന, അള്ളാഹുവിന്റെ മുന്നിൽ എളിമ കാണിക്കുന്ന പ്രകൃതം ഉണ്ടാവുക അറിവുള്ളവർക്കാണ്, ശാസ്ത്രബോധമുള്ളവർക്കാണ് എന്ന വിധത്തിൽ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത് കാണാം. അപ്പൊ അറിവില്ലായ്ക എന്നത് അവിവേകം കാണിക്കാനുള്ള ഒരു കാരണമാണ്. പക്ഷെ എല്ലായ്പ്പോഴും അറിവില്ലായ്കയല്ല, അറിയാനുള്ള സന്നദ്ധത പോലും ഇല്ലായ്കയാണ്. ധാർഷ്ട്യം കാണിക്കുന്ന, അതുപോലെ അവിവേകം കാണിക്കുന്ന ഒരു പ്രകൃതം. അങ്ങനെയുള്ള ആളുകള് അവരോട് സംസാരിക്കാൻ വേണ്ടി മുന്നിട്ട് വരികയാണെങ്കിൽ അത് തർക്കിക്കാൻ വേണ്ടിയുള്ള വരവാണ്, കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള വരവല്ല. വ്യക്താണല്ലോ. അവിവേകികൾ നമ്മളോട് ഒരു കാര്യത്തിൽ, ഒരു വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ എതിർത്ത് ഇങ്ങനെ വരും. അത് എതിർപ്പ് വരുന്നത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയല്ല, മറിച്ച് മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ സന്നദ്ധത ഇല്ലായ്കയുടെ തരം ഒരു പ്രതികരണമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ സംസാരിക്കാനായിട്ട് മുന്നിട്ട് വരുമ്പോ ഖാലു സലാമ, ഇവരെന്താ ചെയ്യാൻ? സലാം പറഞ്ഞ് പിരിഞ്ഞു പോകും. ഖാലു സലാമ, സലാം എന്ന് പറയുന്നത് അവര് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുമ്പോൾ ഉള്ള അഭിവാദനം എന്നുള്ള നിലക്കല്ല, പിരിയുമ്പോ പറയുന്ന ഒരു വാചകം ആ നിലക്കാണ്. സലാം പറഞ്ഞ് സുല്ലാക്കിയിട്ട് വേഗം സ്ഥലം വിടും. അത്തരം ആളുകളോട് തർക്കത്തിന് സന്നദ്ധരാവൂല. ഇബാദുർ റഹ്മാൻ വെറുതെ അവരുടെ ഊർജം പാഴാക്കി കളയുന്നവരല്ല. കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള സന്നദ്ധതയോടുകൂടി സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾ ഉണ്ടാവും. അവർക്ക് പരിഗണന കൊടുക്കൂല എന്നല്ല ഇവിടെ പറയുന്നത്. അവിവേകപരമായി തർക്കത്തിന് മുതിരുന്ന തരം ആളുകൾ, അത്തരം ആളുകൾ സംവദിക്കാൻ വേണ്ടി, സംസാരിക്കാൻ വേണ്ടി വന്നാൽ ഇബാദുർ റഹ്മാൻ എന്താണ് ചെയ്യുക? ഖാലു, അവരിങ്ങനെ പറയും,
സലാമ, നിങ്ങൾക്ക് സമാധാനമാവട്ടെ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പരോക്ഷമായിട്ട് അവരാ സംസാരം വല്ല സമർത്ഥമായി നയപരമായി അങ്ങ് അവസാനിപ്പിക്കും. അവരോട് തർക്കിച്ചു കൂടാൻ വേണ്ടി, സ്വന്തം ഊർജം പാഴാക്കി കളയാൻ വേണ്ടി അവര് മെനക്കെടൂല. അതിനായിട്ട് അവരവിടെ ശേഷിക്കൂല. അവര് വേഗം അവിവേകികളോട് സംസാരം അവസാനിപ്പിച്ച് പോയി കളയും. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അപ്പൊ ഈ ആയത്തില് അള്ളാഹു ഇബാദുർ റഹ്മാന്റെ പ്രത്യക്ഷത്തിലുള്ള നടത്തം, ഹാവഭാവങ്ങള്, അവരെ ശരീരഭാഷ, അവിവേകികളോട് അവരെടുക്കുന്ന നിലപാട്, ഇത്തരം കാര്യങ്ങളാണ് ഈ ആയത്തില് 63-ാമത്തെ ആയത്തില് വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ തുടർന്ന് അവരുടെ ജീവിതത്തിന്റെ, അവരുടെ സ്വകാര്യതകളിൽ അവര് ഏത് വിധത്തിലാണ് അള്ളാഹുവുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് തുടർന്ന് ഈ 64-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. അല്ലദീന യബീതൂൻ, ബാത്ത യബീതു എന്ന് പറഞ്ഞാൽ രാത്രി ചെലവഴിക്കുക എന്നാണ് അർത്ഥം. രാത്രി നേരം കഴിഞ്ഞുകൂടാ. അവരുടെ രാത്രി സമയങ്ങളെ അവർ വിനിയോഗിക്കുന്നത് എങ്ങനെയാണ്? ലിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിനു വേണ്ടിയായിട്ടാണ്, തങ്ങളുടെ രക്ഷിതാവിന്റെ സ്മരണയിലാണ് അവർ കഴിയുന്നത്. ഏതൊക്കെ അവസ്ഥയിലാണ്? സുജ്ജദം വഖിയാമ, സുജൂദ് ചെയ്യുന്നവര്, അഷ്ടാംഗം നമിക്കുന്നവര് ആയിക്കൊണ്ടും, വഖിയാമ, നിന്ന് നമസ്കരിക്കുന്നവരായിക്കൊണ്ടുമാണ് അവർ നിലക്കൊള്ളുക. അവരുടെ രാത്രി സമയങ്ങളെ സുജൂദിലും നിന്ന് നമസ്കരിക്കുന്ന അവസ്ഥയിലുമായിട്ട് ചെലവഴിക്കുന്നവരാണ് അവർ. വിശ്വാസികളുടെ അള്ളാഹുവുമായിട്ട് വളരെ വലിയ അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഇബാദുർ റഹ്മാന്റെ ഒരു പ്രത്യേകത, രാവ് നേരങ്ങൾ, രാത്രി സമയങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയമാണ്. അവർ അള്ളാഹുവിനോട് ഏറ്റവും ഏറെ അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അള്ളാഹുവുമായുള്ള മുനാജാത്തിൽ ഏർപ്പെടുന്ന ഒരു സമയമാണ്. രണ്ടവസ്ഥകളിൽ അവർ ദീർഘനേരം കഴിഞ്ഞുകൂടും. ഒന്ന്, നിന്ന് തിലാവത്ത് ചെയ്തുകൊണ്ട്, നമസ്കാരത്തിൽ നിർത്തമുണ്ടല്ലോ, ദീർഘനേരം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്ന ആ ഖിയാമിൽ അവര് മുഴുകിയിരിക്കുന്നവരാകും. മറ്റൊന്ന്, അള്ളാഹുവിന്റെ മുന്നില് എല്ലാം അർപ്പിച്ചുകൊണ്ടുള്ള സാഷ്ടാംഗം നമിക്കുക എന്ന സുജൂദ് കർമ്മം, അത് ചെയ്യുന്നവരായിട്ട് അവർ ദീർഘനേരം സുജൂദിൽ കഴിയും. അള്ളാഹുവിനെ മൂർത്തമായി ഉൾക്കൊണ്ട് അനുഭവിക്കുന്ന ആളുകൾക്കാണ് സ്വമേധയ ഉറക്കിൽ നിന്ന് എണീറ്റ് ഒളു നിർവഹിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ കൈകെട്ടി നിൽക്കാനും ദീർഘനേരം അവന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യാനും സാധിക്കും. അങ്ങനെ ജീവിത ശൈലിയായിട്ട് അത് സ്വീകരിക്കുന്ന ആളുകളാണ് ഇബാദുർ റഹ്മാൻ. അവരുടെ പ്രത്യക്ഷത്തിലെ പൊതു ഇടങ്ങളിലുള്ള നടത്തം ഏറെ എളിമയും വിനയവുമുള്ള വിധത്തിലായിരിക്കും. സംസാരിക്കുമ്പോ അവിവേകികളോടാണ് തങ്ങൾ സംസാരിക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ പിന്നെ സംസാരം അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി സമയം നഷ്ടപ്പെടുത്താനും അതൊരു സങ്കീർണത ആക്കി മാറ്റാനൊന്നും അവർ നിൽക്കില്ല. അവര് സംസാരം സലാം പറഞ്ഞ് വേഗം അവസാനിപ്പിച്ച് പോവും. നിങ്ങൾക്ക് നിങ്ങളുടെ പണി, എനിക്ക് എന്റെ പണി എന്നൊരു നിലപാടിൽ അവര് വേഗം സ്ഥലം വിടും. കാരണം തർക്കിച്ച് സംസാരിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ആളുകളല്ല അവര്. അവര് അവിവേകികളാണ്, കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അത്തരം ആളുകളോട് സംസാരിക്കാന് ദീർഘനേരം അവരുമായി സംഭാഷണത്തിൽ ഏർപ്പെടാൻ അവര് കൂട്ടാക്കില്ല. ഫലപ്രദമായ ഉപയോഗപ്രദമായ കാര്യങ്ങൾ
വേണ്ടി സമയം ചെലവഴിക്കാൻ വേണ്ടി അവരുടെ പകൽ സമയങ്ങളിൽ അവര് അവിവേകികളെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങ് പോകും. അവരുടെ ഈ സത്യവിശ്വാസികളുടെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരുടെ പകൽ സമയത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലദീന യംശൂന അലൽ അർദി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ എന്ന്. ആക്റ്റീവ് അവേഴ്സ്, പകലിന്റെ ആക്റ്റീവ് അവേഴ്സിൽ അവര് എങ്ങനെയായിരിക്കും എന്നൊരു വിവരണമാണ് അള്ളാഹു നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. തുടർന്ന് നമ്മൾ വായിച്ച 2-ാമത്തെ ആയത്തിൽ അവർ രാത്രി എങ്ങനെ ചെലവഴിക്കുന്നു എന്നതാണ് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം, അവരുടെ രാത്രികൾ അവർ ചെലവഴിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ലിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിന് വേണ്ടി, തങ്ങളുടെ രക്ഷിതാവിനെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് അവരുടെ രാവിനെ അവര് ചെലവഴിക്കുന്നത്. രാവിനെ മുഴുവനായിട്ടുമല്ല, കൂടുതൽ നേരവും അതിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നതാണ് വേറെ ആയത്തുകളും ഹദീസുകളും ഒക്കെ വ്യക്താക്കി തരുന്നത്. അത് ആയത്തുകളിലേക്ക് നമുക്ക് ഹദീസുകളിലേക്ക് വരാം. അപ്പോ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, ഈ രണ്ടവസ്ഥകളിൽ, അപ്പൊ റുകൂഉം എഴുത്തിദാലും തഹിയ്യത്തിലുള്ള ഇരുത്തമൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ചിലപ്പോ അങ്ങനെ ഇല്ലേ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വന്നെന്ന് വരും. നമസ്കാരത്തിന്റെ സുപ്രധാനമായ റുക്നുകൾ അള്ളാഹു പലയിടത്തായിട്ട് നമസ്കാരത്തിന്റെ പര്യായമായിട്ട് ഖുർആനിൽ പ്രയോഗിക്കുന്നത് കാണാം. ഇവിടെ നമസ്കരിക്കുക എന്നൊരു പ്രയോഗം സ്വലാത്ത് എന്ന വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല. അതിനു പകരം സ്വലാത്തിലെ 2 വിശിഷ്ട കർമ്മങ്ങളാണ് അള്ളാഹു എടുത്തു പറയുന്നത്. ഒന്ന് സുജൂദ് നിർവഹിക്കുന്ന, രണ്ടാമത്തത് എണീറ്റ് നിന്ന് തിലാവത്ത് ചെയ്തുകൊണ്ട് നിൽക്കുന്ന അവസ്ഥ. അപ്പോ സുജ്ജദ് ആയിട്ടും ഖിയാമായിട്ടും അവർ രാത്രി സമയത്തെ ചിലവിടുന്നവരാണ്, തങ്ങളുടെ റബ്ബിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്. അപ്പോ തങ്ങളുടെ രക്ഷിതാവിനെ മനസ്സിൽ കണ്ടുകൊണ്ട്, രക്ഷിതാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സുജൂദിലും ഖിയാമിലുമായിട്ട് കഴിയുന്നവരാണ് ഈ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ കുറിച്ചുള്ള പല വിവരണങ്ങളിലും നമുക്ക് കാണാൻ കഴിയുക, അവര് പകൽ നേരത്ത് അഭിമാനികളായി തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന പോരാളികളായിട്ടൊക്കെ രംഗത്തുണ്ടായിരുന്ന ആളുകളാണ്. രാത്രി നേരങ്ങളിൽ ദീർഘനേരം ഖുർആൻ തിലാവത്ത് ചെയ്തുകൊണ്ട് നമസ്കാരത്തിൽ ഏർപ്പെടുകയും ദീർഘനേരം സാഷ്ടാംഗത്തിൽ കഴിയുന്നവരും ഒക്കെയായിരുന്നു. ഈ വിധത്തിലുള്ള വിവരണങ്ങൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അവരുടെ പകൽ സമയങ്ങൾ വളരെ സജീവമാണ്. അവര് എല്ലാ രംഗങ്ങളിലും വിനയാന്വിതരായിക്കൊണ്ട് തന്നെ പ്രത്യക്ഷത്തിലുണ്ടാകും. രാത്രി നേരങ്ങൾ അവര് മുഴുവനായിട്ടും അള്ളാഹുവിനായിട്ട് നീക്കിവെക്കുക, സുജൂദും ഖിയാമും നിർവഹിക്കാനായിട്ട്. ഇതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇവയുമായി ബന്ധമുള്ള വേറെയും ആയത്തുകൾ കാണാൻ കഴിയും. സൂറത്തുൽ ഖസസിൽ 55-ാമത്തെ ഒരു ആയത്ത് ഇങ്ങനെയാണ്: വഇദാ സമിഉൽ ലഗ്വ അഅറദു അൻഹു വഖാലു ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും സലാമുൻ അലൈക്കും ലാ നബ്തഗി അൽ ജാഹിലീൻ എന്ന് പറയുന്ന ഒരു ഭാഗം സൂറത്തുൽ ഖസസിൽ. അവരെന്തെങ്കിലും പാഴ്വേലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ കണ്ടാൽ, എന്തെങ്കിലും സമയം കൊല്ലി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് കഴിയുന്ന, അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ കണ്ടാൽ അവരതിൽ നിന്ന് തിരിഞ്ഞു കളയും. എന്നിട്ട് അവര് പറയുക, ലന അഅമാലുന വലക്കും അഅമാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ തരം പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നും പറഞ്ഞിട്ട് അവരവിടുന്ന് പോകും. ലാ നബ്തഗി അൽ ജാഹിലീൻ എന്നാണ് അവര് നിലപാടായിട്ട് ആ ഘട്ടത്തിൽ പറയുക, അല്ലെ മനസ്സിൽ കരുതുക. അവിവേകികളോടൊപ്പമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അവിവേകികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പണിയുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പണി എടുത്തോ എന്ന് പറഞ്ഞിട്ട് സമാധാനം ആശംസിച്ചുകൊണ്ട് അവരവിടുന്ന് പോവുകയാണ് ചെയ്യുക. അത് സൂറത്തുൽ ഖസസില് ഇബാദുർ റഹ്മാന്റെ
പ്രത്യേകതകളുടെ ഒരു വിവരണം അല്ലെങ്കിൽ അതിനുള്ള വിശദീകരണമായിട്ട് നമുക്ക് അവിടെ അത് കാണാൻ സാധിക്കും. സൂറത്തു ദാരിയാത്തില് തത്തജാഫ ജുനൂബുഹും അനിൽ മളാജി യദൂന സൂറത്തു സജ്ദയിലാണത്. യദൂന റബ്ബഹും ഖൗഫൻ വതമഅ. രാത്രി നേരങ്ങളിലെ ഒരു വിശ്വാസിയുടെ നിലപാട് വ്യക്തമാക്കപ്പെടുകയാണ്. അവരുടെ പാർശ്വങ്ങളെ അവർ ഉയർത്തിയെടുക്കും. കിടന്നുറങ്ങുന്നിടത്തുനിന്ന് അവര് ചെരിഞ്ഞെണീക്കും. എന്നിട്ട് അനിൽ മളാജി, അവരുടെ കിടപ്പ് ഇടങ്ങളിൽ നിന്ന്, അവരുടെ ശയ്യകളിൽ നിന്ന് അവർ എണീറ്റ് പിന്നെ അവര് പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നവരാകും. യദൂന റബ്ബഹും ഖൗഫൻ വതമഅ. ഭയപ്പാടും പ്രതീക്ഷകളും ഉള്ളവരായിക്കൊണ്ടാണ് അവർ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതാണ് അവരുടെ രാവ് നേരങ്ങൾ ചെലവഴിക്കുന്നതിന്റെ ഒരു രീതിയായിട്ട് ഖുർആൻ സൂറത്തു സജ്ദയിൽ വിവരിക്കുന്നത്. സൂറത്തു ദാരിയാത്തിൽ പറയുന്നത് കനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ എന്നാണ്. രാത്രി കുറച്ചു നേരം മാത്രമേ അവര് ഉറക്കത്തിന് വേണ്ടി നീക്കി വെക്കുള്ളൂ. മുഴുവനായിട്ടും ഉറങ്ങുന്നവരാവൂല. മറിച്ച് എന്താണ് അവർ ചെയ്യുക? വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവര് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നത് ഉറക്കത്തിൽ ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുക എന്ന് നമ്മൾ ധരിക്കേണ്ടതില്ല. നമസ്കാരം ഇബാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട്, സ്വലാത്ത് നിർവഹിച്ചുകൊണ്ട്, ഖിയാമിലും സുജൂദിലുമായിക്കൊണ്ട് ഇസ്തിഗ്ഫാർ തേടുന്നവരായിരിക്കും, ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരിക്കും എന്നാണ് ഇത് മനസ്സിലാക്കപ്പെടുന്നത്. വബിൽ അസ്ഹാർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന പദം. അവസാന യാമങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. സുഹൂർ എന്നുള്ള വാക്ക് നമ്മൾ പരിചയമുള്ളതാവും. നോമ്പ് അനുഷ്ഠിക്കുന്നതിന് വേണ്ടി അത്താഴം കഴിക്കാൻ വേണ്ടി എണീറ്റ് അത്താഴം കഴിക്കുന്ന ആ സമയത്തിനും അത്താഴത്തിനും ഒക്കെയാണ് നമ്മൾ സുഹൂർ എന്ന് പറയാറുള്ളത്. ആ വാക്കുമായി ബന്ധമുണ്ട് അസ്ഹാറിന്. അപ്പൊ രാത്രിയുടെ അന്ത്യയാമങ്ങൾ, ആ അർദ്ധരാത്രി പിന്നിട്ടതിന് ശേഷമുള്ള മണിക്കൂറുകളിൽ അവര് എണീറ്റ് അംഗശുദ്ധി വരുത്തി ഇസ്തിഗ്ഫാർ നടത്തുന്ന വിധത്തിൽ പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ സൂറത്തു സുമറിലെ ഒരു വിവരണം, അമ്മൻ ഹുവ ഖാനിത്തുൻ ആനാ അല്ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബി എന്ന വിധത്തിലൊരു വിവരണം കാണും. ഒരു ബഹുദൈവ വിശ്വാസിയിൽ നിന്ന് വ്യത്യസ്തനായിക്കൊണ്ട് ഒരു വിശ്വാസി ഇങ്ങനെയായിരിക്കും. അയാള് വിനയത്തോടു കൂടി അള്ളാഹുവിനോടുള്ള വിനീതമായ ഒരു നിലപാട്, എളിമ കാണിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ മുന്നിൽ കീഴ്പ്പെടൽ കാണിച്ചുകൊണ്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എണീറ്റ് നിന്ന് സുജൂദും ഖിയാമും നടത്തിക്കൊണ്ട് നമസ്കരിക്കുന്നവരാണ്. അവര് പാരത്രിക ജീവിതത്തിന്റെ സാധ്യതകളെ കുറിച്ചുള്ള, അതിന്റെ ഭയപ്പെടുത്തുന്ന സംഗതികളെ കുറിച്ചുള്ള ഭീതി അവരെ അലട്ടുന്നതോടൊപ്പം തന്നെ വയർജു റഹ്മത്ത് റബ്ബി, തങ്ങളുടെ റബ്ബിന്റെ കാരുണ്യവും കനിവും അതുപോലെ അനുഗ്രഹങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ. ഖൗഫും തമഉം അവർക്ക് ഒരേ സമയത്ത് അനുഭവപ്പെടുന്നുണ്ട്. അവർ പാരത്രിക ജീവിതത്തിൽ ഉണ്ടാവാനിടയുള്ള ദുരിതപൂർണമായ അവസ്ഥകളെ കുറിച്ചുള്ള ഭീതി അവരെ വേട്ടയാടുന്നുണ്ട്. അതുപോലെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷയും അവർക്കുണ്ട്. ഇത് രണ്ടുമുള്ള വിധത്തിലാണ് അവർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എണീറ്റ് നിന്ന് നമസ്കരിക്കുന്നവരായിട്ട് ഇവിടെ വിവരിക്കപ്പെടുന്നത്. ഖിയാമും സുജൂദുമാണ് ആവർത്തിച്ച് നമസ്കാരത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ യസ്തഗ്ഫിറൂൻ എന്ന് പറഞ്ഞൊരു പ്രയോഗവും നമ്മൾ ഇവിടെ കണ്ടു. അതും നമസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ്, ഇസ്തിഗ്ഫാർ എന്നത്.
ഖിയാമും സുജൂദും പോലെ തന്നെ മഗ്ഫിറത്ത് തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനകള് നമസ്കാരത്തിന്റെ ഭാഗമായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട്. അപ്പോ രാത്രി സമയം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലൗകിക ജീവിതവുമായുള്ള സകല കെട്ടുപാടുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങളുടെ റബ്ബുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കാൻ, ഏറ്റവും ചേർന്ന് നിൽക്കാൻ, റബ്ബിനോട് ഏറ്റവും അടുപ്പം കാണിച്ചുകൊണ്ട് അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ, അവനോട് മുനാജാത്ത് ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരമായിട്ടാണ് അള്ളാഹുവിന്റെ ഇബാദുകള് രാത്രി നേരത്തെ കാണാൻ. ഇതാണ് ഇവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഒക്കെ തന്നെ ഏത് വിധത്തിലാണ് ഇത് അവരുടെ കർമ്മജീവിതത്തിന്റെ ഭാഗമാക്കിയിരുന്നത് എന്നത് ചരിത്രം നമുക്ക് വളരെ വ്യക്തമായി വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ചരിത്ര സ്രോതസ്സുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫുർഖാനിലെ 63, 64 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഇന്നലെ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റെസ്പോൺസ് വീണ്ടും SK പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊള്ളയായ വാഗ്ദാനമല്ലേ അള്ളാഹുവിന്റെ പേരിൽ ഒരു മനുഷ്യൻ നൽകിയത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അള്ളാഹുവിന്റെ പേരിൽ പൊള്ളയായ വാഗ്ദാനമാണ് നൽകുന്നത് എന്നത് ആണ് അദ്ദേഹം പറയുന്നത്. അതിലധികം അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പാരത്രിക ജീവിതം എന്ന വാഗ്ദാനത്തിലൊക്കെ എന്തുണ്ട് എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. ഇയാൾക്ക് ജീവിതം എങ്ങനെ ഉണ്ടായി, ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു, ഇനി എന്താണ് ഉണ്ടാവുക എന്ന കാര്യത്തില് അദ്ദേഹത്തിന് പടച്ചതമ്പുരാൻ നൽകിയിട്ടുള്ള ബുദ്ധിയും യുക്തിയും ഒക്കെ വെച്ചിട്ട് ഒരു തീരുമാനത്തിലേക്ക് വരട്ടെ. എന്നിട്ട് അതെന്താണ് എന്ന് നമ്മളുമായി പങ്കുവച്ചാൽ നമുക്ക് അതെത്ര ബുദ്ധിപൂർവകമാണ്, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ജീവിത വീക്ഷണത്തിൽ നിന്ന് അതിനേക്കാൾ എത്രത്തോളം മഹത്തരമാണ് എന്നതൊക്കെ ഒന്ന് വിലയിരുത്താൻ കഴിയും. ഇത് വിമർശനമാണ്, ആക്ഷേപമാണ്, അല്ലെങ്കിൽ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കലാണ്. അത് നെഗറ്റീവായ ഒരു സംഗതിയാണ്. പോസിറ്റീവായിട്ട് എന്താണ് ജീവിതം, എങ്ങനെ ജീവിതം കിട്ടി, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ജീവിതം അവസാനിക്കുമല്ലോ എല്ലാവരുടേതും മരണത്തോടു കൂടി, എന്നിട്ട് പിന്നെന്താണ്, അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലും അദ്ദേഹത്തിന്റെ ധാരണയൊക്കെ അനുസരിച്ച് അതെന്താണ് എന്നത് അദ്ദേഹം സാധ്യമാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഏതാണ് മെച്ചപ്പെട്ടത് എന്നത് പരിഗണിക്കാം. ഇനി ഈ മതങ്ങള് യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയാണല്ലോ ആളുകളെ ഇങ്ങനെ എന്നാണ് അദ്ദേഹം പറയുക. അതിലേക്ക് മതവിശ്വാസികളെ യുദ്ധത്തിലേക്ക് നയിക്കുന്ന അത് അങ്ങനെ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ നിഷ്പ്രയോജനകരമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ആളുകളെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നത്. ഇതേ പ്രൊഫൈലിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വിഗ്രഹാരാധനയുടെ ഏറ്റവും വലിയ നേട്ടത്തെക്കുറിച്ച്, അത് നൽകുന്ന ആത്മസംതൃപ്തിയെ കുറിച്ചൊക്കെ പറയുന്നത് കാണാനിടയായി. അപ്പൊ ഇദ്ദേഹം ഏതോ ഒരു മതം പിന്തുടരുന്ന ഒരാളാണല്ലോ. അത് ഹിന്ദുമതമാണെങ്കിൽ ഹിന്ദുമതത്തില് യുദ്ധമില്ലേ? ഹിന്ദുമതത്തില് ശ്രീകൃഷ്ണൻ നയിച്ചിരുന്ന യുദ്ധം, അർജുനൻ പങ്കാളിയായിട്ടുണ്ടായിരുന്ന യുദ്ധമൊക്കെ കുരുക്ഷേത്ര യുദ്ധമൊന്നും യുദ്ധമായിരുന്നില്ലേ? അതൊരു നല്ല കോസിന് വേണ്ടിയായിരുന്നു എന്ന വിധത്തില് ഹിന്ദു ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കുമല്ലോ. എന്താണ് അദ്ദേഹത്തിന്റെ അത് സംബന്ധമായിട്ടുള്ള നിലപാട്? അദ്ദേഹത്തിന് അതിൽ വിശ്വാസം ഉണ്ടോ? ഈ വിശ്വാസം ഇല്ലാത്തതാണ്, യുദ്ധത്തിലേ വിശ്വാസമില്ല, യുദ്ധം തന്നെ അനാവശ്യമാണ് എന്ന നിലപാടാണെങ്കിൽ നമുക്ക് അതിനോട് വിയോജിപ്പൊന്നുമില്ല. അങ്ങനെ ഒന്ന് പ്രായോഗികമായിട്ട് കാണിക്കൂ. യുദ്ധം വേണ്ട എന്നൊരവസ്ഥ ലോകത്ത് ഒരു 10 വർഷത്തേക്കെങ്കിലും ഉണ്ടാക്കി കാണിക്കൂ. സാധ്യമാണെങ്കിൽ ലോകത്ത് ഏറ്റുമുട്ടലുകളും പോരാട്ടവും യുദ്ധവും നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ചരിത്രത്തിലുടനീളം കാണുന്നത്. ഈ ഇദ്ദേഹത്തിന്റെ ദർശനം അനുസരിച്ച് യുദ്ധമില്ലായിക എന്നൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യട്ടെ, നമുക്ക് അതിനെ സ്വാഗതം ചെയ്യാറുണ്ടെങ്കിൽ, അങ്ങനെ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ. ഇനി സാധിക്കുന്നില്ല, യുദ്ധം അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ലോകത്ത് നേരിന്റെയും നീതിയുടെയും സത്യത്തിന്റെയും പക്ഷത്ത് നിൽക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അക്രമത്തിന്റെയും സ്വജനപക്ഷപാതിത്വത്തിന്റെയും നമ്മളുടെ ആൾക്കാരുടെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു പോളിസി
ഫോളോ ചെയ്യണം എന്നതല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം. യുദ്ധം, ഏറ്റുമുട്ടല്, സംഘർഷമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതില് സത്യത്തിന്റെ, നേരിന്റെ, നീതിയുടെ, നന്മയുടെ പക്ഷത്താണ് നിലകൊള്ളേണ്ടത്. ഇതാണ് അക്കാര്യത്തില് ഇസ്ലാം പഠിപ്പിക്കുന്നതിന്റെ രത്നച്ചുരുക്കം. അപ്പോ യുദ്ധമില്ലാത്തൊരു ലോകത്തെ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ അദ്ദേഹം അത് ചെയ്യട്ടെ, നമുക്ക് അതിന് വേണ്ട പിന്തുണയൊക്കെ കൊടുക്കാം. വേറൊരു കാര്യം ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ആത്മരക്ഷാർത്ഥമാണ് എന്നത്. ഇതിനെക്കുറിച്ച്, യുദ്ധത്തിനെ കുറിച്ച് നമ്മൾ വെറുതെ പറയുകയാണ് എന്നുള്ള നിലക്കാണ്. പിന്നെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ എന്താണ് നടക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. മുസ്ലിം രാജ്യങ്ങളായിട്ട് അറിയപ്പെടുന്ന ഈ രാജ്യങ്ങൾ പാകിസ്ഥാൻ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത്, ബംഗ്ലാദേശ് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് ഒക്കെ തന്നെ എത്രത്തോളം ഇസ്ലാമുമായി ബന്ധമുണ്ട്, ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോ അത് ഇസ്ലാമിന്റെ പേരിലാണോ അത് നടന്നിട്ടുള്ളത് എന്നതൊക്കെ അദ്ദേഹം ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ. ഇപ്പൊ ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടത് നമ്മളെ രാജ്യമൊക്കെ വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് ബംഗ്ലാദേശ്. പാകിസ്ഥാനിന് അതിനെ വിഘടിപ്പിച്ച് വേറൊരു രാജ്യമാക്കി നമ്മുടെ രാജ്യം സൈന്യത്തെ വരെ അയച്ചു കൊടുത്തുകൊണ്ട് അതിന് പിന്തുണക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോ സംഘർഷഭരിതമായ ഒരു അവസ്ഥ സമീപകാലത്ത് ബംഗ്ലാദേശിൽ വീണ്ടും ഉണ്ടായത് നമ്മൾ കാണുകയാണ്. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി നമ്മളുടെ തലസ്ഥാനത്താണ് ഒളിഞ്ഞു കഴിയുന്നത്, നാട് വിട്ടു വന്നിട്ട്. അപ്പോ ഇതൊക്കെ ഇസ്ലാമാണോ? ഇസ്ലാമിന്റെ പേരിലാണോ ഉണ്ടായിട്ടുള്ളത്? ഏത് മാനദണ്ഡം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് എന്നൊരു ഭാഗം വേർപെട്ടു വന്ന ഒരു ഇസ്ലാമിക മുസ്ലിം രാജ്യമായി മാറിയത്? അതോ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്ര നേതാക്കന്മാര് ഉപജാപം ചെയ്തുണ്ടാക്കിയ ഒരു വികൃതിയോ, ഒരു ക്രിമികടി രാജ്യമായിട്ടാണോ ബംഗ്ലാദേശ് ഉണ്ടായിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഇതേപോലെ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. അപ്പൊ ചരിത്രത്തിന്റെ എല്ലാ ഭാണ്ഡവും പേറുക എന്നത് ഇസ്ലാമിന്റെ ഉത്തരവാദിത്തമല്ല. ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ റിഫ്ലക്ഷൻ ആണ്, സംശയമൊന്നുമില്ല. ഇസ്ലാം പഠിപ്പിച്ചതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് മുസ്ലിം സമൂഹം എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗങ്ങളോ രാജ്യങ്ങളോ ഒക്കെ ചെയ്യുന്നതെങ്കിൽ അത് ഇസ്ലാം വിരുദ്ധമാണ്. അവരിലുള്ള ഇസ്ലാമേതരമായ പ്രവണതകളാണ് അത് കാണിക്കുന്നത്. ഒരു മുസ്ലിം പേരുള്ള ആള് അല്ലെങ്കിൽ മുസ്ലിം കുടുംബത്തിലുള്ള ഒരാള് ഒരു കളവ് നടത്തിയാൽ, കൊള്ളക്കാരനായാൽ അതിനെ ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടാൻ പറ്റുമോ? അള്ളാഹ് പഠിപ്പിച്ച കാര്യമല്ല അത്, ദീന് പഠിപ്പിച്ച കാര്യമല്ല അത്, വളരെ വ്യക്തമല്ല അത്. ഇസ്ലാം എന്താണോ അതാണ് ഇസ്ലാം. അല്ലാതെ മുസ്ലിം പേരുള്ളവരോ മുസ്ലിം കുടുംബത്തിലുള്ളവരോ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമായവരോ ചെയ്യുന്ന സംഗതികളുടെ പേരല്ല ഇസ്ലാം എന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു പ്രാഥമികമായ ഒരു ബോധവും എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.